സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിയമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാത് ഗുരുഭവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാന ശകലങ്ങൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് നാരായണീയത്തിലെ ആദ്യത്തെ 10 ശ്ലോകം രാമായണത്തിലെ പറഞ്ഞു വെച്ചു. ഇനി ഒരു 10 ശ്ലോകം കൊണ്ടാണ് മുഴുമിപ്പിക്കുന്നത്. അവസാനത്തെ 2 ശ്ലോകം ഉത്തര രാമായണമാണ്. അപ്പം നമ്മുടെ രാമായണം 18 ശ്ലോകം കൊണ്ടാണ്. ആദ്യത്തെ 10 + 8 + 2 ഉത്തര രാമായണ സംഭവങ്ങൾ. ഇപ്പം ഏത് വരെയാ പറഞ്ഞു വെച്ചത്? ആ 10 ശ്ലോകത്തിൽ അരണ്യകാന്ഡം അവസാനിച്ചു. ഗൃഹാനം തം കബന്ധം ജഗനിത ശബരീം പ്രേക്ഷ്യ പമ്പാതടയത്വം. ശബരിക്ക് ഭക്തിയോഗം ഉപദേശിച്ചു കൊടുക്കുന്നത് അധ്യാത്മരാമായണത്തിലേ ഉള്ളൂ. ആത്മീയ രാമായണത്തിൽ ഭക്തിയോഗ ഉപദേശം കൊടുക്കുന്നത് ഇല്ല. സംപ്രാപ്തോ വാതസൂനും മാനുമാനുമായിട്ട് കണ്ടു. ആരാണെന്ന് അറിഞ്ഞു വരാൻ വേണ്ടിയിട്ട് സുഗ്രീവൻ അയച്ചതാണല്ലോ ഹനുമാനെ. പേടിച്ചു ബാലിയുടെ ആൾക്കാരാണോ കരുതിയിട്ട്. അങ്ങനെയൊന്നും അല്ല സംഗതികൾ. ഹനുമാനാണ്, രാമനാണ്, ലക്ഷ്മണനാണ് തുലായതൊക്കെ അറിഞ്ഞ് വരെ ആ ഹനുമത് സമാഗമം വരെയാണ്. ജസ്റ്റ് ഒരു വരിയിൽ കിഷ്കിന്ധാകാന്ഡം ആരംഭിച്ചു. ഈ രണ്ടാമത്തെ ശ്ലോകം വരേക്കും കിഷ്കിന്ധാകാന്ഡമാണ്. രണ്ടാമത്തേൽ അവസാനത്തെ വരി ആകുമ്പോഴേക്ക് സുന്ദരകാന്ഡം അങ്ങോട്ട് തുടങ്ങും എന്ന് പറയാം. നീതസുഗ്രീവമൈത്രീം തദനു ഹനുമദാദുന്ദുബേക്കായ മുച്ചൈക്ഷിപ്തമാങ്കുഷ്ടേന ഭൂയോ ലുലവിതയുഗവത് പത്രിണാ സപ്തസാലാൻ ഹത്വാ സുഗ്രീവഘാതോത്യതമതുലബലം ബാലിനം വ്യാജവൃത്യ വർഷാവേലാമനീഷീർ വിരഹതരളിതത്വം മതംഗാശ്രമാന്തേ. താൻ തദനു അതിനുശേഷം, ഹനുമാനെ കണ്ടതിന് ശേഷം, ഹനുമത സുഗ്രീവ മൈത്രി നീത, സുഗ്രീവനുമായിട്ടുള്ള മൈത്രിയെ സഖ്യത്തെ സ്ഥാപിച്ചിട്ട്. എങ്ങനെയാണ് മൈത്രി സ്ഥാപിച്ചത്? ബാലി ഈ സുഗ്രീവനെ കണ്ടാൽ കൊല്ലും. അതിനുള്ള കാരണമോ, മഴാസുരനെ കൊന്നതിന് കൊല്ലാൻ വേണ്ടി ഗുഹയിലേക്ക് പ്രവേശിച്ചതായ ബാലിയെ കല്ലിട്ടടച്ചു സുഗ്രീവൻ പുറത്തേക്ക് വന്നു. കരുതി കൂട്ടിയിട്ടല്ല. ചോരയാണ് പുറത്ത് വന്നതെങ്കിൽ ബാലി മരിച്ചു എന്നും, പാലാണ് പുറത്ത് വന്നെങ്കിൽ അസുരൻ മരിച്ചു എന്നും ബാലി വിജയിച്ചു എന്നും കണക്കാക്കുക. അസുരനാണ് മരിച്ചതെങ്കിൽ ഒന്നും ചെയ്യാനൊന്നുമില്ല, ബാലി പുറത്ത് വരും. ബാലിയാണ് മരിച്ചതെങ്കിൽ ഒരു കല്ലിട്ടിട്ട് അടച്ച ആ അസുരനെ അതിൻ്റെ ഉള്ളിൽ കുടുക്കണം. വേറെ വഴിയൊന്നുമില്ല അത്ര ആ ഗുഹയിൽ നിന്ന് പുറത്ത് കിടക്കാനും അകത്തേക്ക് പോകാൻ ഒറ്റ വഴിയുള്ളൂ. മായ കൊണ്ട് ഈ അസുരൻ ചോര പുറത്തേക്ക് വരുത്തിയതാണ്. അത് കേട്ടു കള്ളൻ. ഓവർ ഹിയർ ചെയ്യുക എന്ന് പറയില്ല. സുഗ്രീവനോട് പറഞ്ഞിട്ടുള്ള ഈ കാര്യത്തെ മണത്ത് കേട്ട് ഇതന്നെ നല്ല തഞ്ചം എന്നങ്ങനെ വിചാരിച്ച ചോര പുറത്തേക്ക് വരുത്തി. വാസ്തവത്തിൽ മരിച്ചത് അസുരനാണ്. ബാലിയുണ്ടോ ആർക്കെങ്കിലും തോൽപ്പിക്കാൻ പറ്റണോ? അപ്പം തൻ്റെ ജ്യേഷ്ഠൻ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് സുഗ്രീവൻ കല്ലിട്ട് അടച്ചു. അങ്ങനെയാണല്ലോ പറഞ്ഞത്. പക്ഷേ പുറത്തേക്ക് വരാൻ വേണ്ടി ബാലി നോക്കണു വഴി കാണാനില്ല. വേറൊരു വഴിയില്ല, ഗുഹയ്ക്ക് ഒരൊറ്റ വഴിയുള്ളൂ. അടച്ചതുകൊണ്ടോ അത് ഇരുട്ട് കൊണ്ട് കാണാനും കഴിയണില്ല. എവിടെയാണ് വഴി അല്ലാത്ത സ്ഥലം എന്ന് അറിയണ്ടേ. മൊത്തത്തിൽ അങ്ങോട്ട് പെടുക. അല്ലാത്തൊരവസ്ഥയാണ് ഈ ഗുഹയിലെ സ്വപ്നമൊക്കെ കാണും നമ്മളില്ലേ. ഏതിയും കിടക്കാൻ പറ്റാണ്ട് പോയി മുട്ടുക. അല്ലാത്ത ശ്വാസം മുട്ടുന്ന സ്വപ്നമാവും അങ്ങനത്തെ ചില സ്വപ്നങ്ങളൊക്കെ. ഭ്രമരയുഗം കണ്ടവരൊക്കെ അറിയാം. അങ്ങനെ ചില സംഭവങ്ങൾ അതിൽ കാണിക്കുന്നുണ്ട്. ഏതിയെ പോയാലും ചുമര്, ഏതിയെ പോയാലും പാറക്കല്ല്, പുറത്തേക്ക് കിടക്കാൻ പറ്റില്ല. സ്വപ്നം ഉണർന്ന് കിട്ടിയ മഹാഭാഗ്യം എന്ന് വിചാരിക്കും. ആ മാതിരി ബാലി ഇതെവിടെ ഇരുട്ട്, എവിടെ ഗുഹ, എവിടെ കവാടം, എവിടെയാണ് വാതിൽ ഒന്നും അറിയാണ്ട് ഒരുപാട് ബുദ്ധിമുട്ടി. ഒടുവിൽ മനസ്സിലാക്കി
ആ സ്ഥാനം ഏകദേശം നിശ്ചയിച്ച് ഒരൊറ്റ ചവിട്ടി ആ കല്ലിങ്ങോട്ട് പുറത്തേക്ക് വന്നു. എന്തോ വഴി കിട്ടി. ഇത്രയും തന്നെ ബുദ്ധിമുട്ടിച്ചതിലുള്ള ദുഃഖം കൊണ്ടും വിഷമം കൊണ്ടും ആകെ കൂടി ഈ സുഗ്രീവന് തന്നെ മാറ്റി രാജാവണം എന്നുള്ള ആഗ്രഹമുണ്ട് എന്ന് ബാലി വളരെയേറെ തെറ്റിദ്ധരിച്ചു. അതൊരു സുഗ്രീവൻ അങ്ങനെയൊന്നും ഉദ്ദേശമില്ല, പറഞ്ഞത് ചെയ്തു, അത്രയേ ഉള്ളൂ. തെറ്റിദ്ധരിച്ച് ചെയ്തതാണ്. മയാസുരനാണ് ഇതിനൊക്കെ കാരണം. സുഗ്രീവൻ ബാലി പുറത്തേക്ക് വരുന്നത് കണ്ടപ്പോൾ അത്യധികം സന്തോഷിക്കുക ചെയ്ത്, ജ്യേഷ്ഠാ ഏട്ടൻ മരിച്ചില്ല, ഏട്ടൻ മരിച്ചു എന്ന് വിചാരിച്ച് ദുഃഖിച്ചിരിക്കുകയാണ് ഞാൻ. ഇതാ ഇവരൊക്കെ കൂടി എന്നെ രാജാവാക്കി, ആ കിരീടവും സിംഹാസനവും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങുള്ളപ്പോൾ അങ്ങല്ലാണ്ട് ആരാ രാജാവാവുക? എന്നെ തെറ്റിദ്ധരിക്കരുത്, ഇങ്ങനെയൊക്കെയാണ് സത്യം എന്ന് കാല് വീണ് പറഞ്ഞു സുഗ്രീവൻ. അപ്പം അവിടെ രാജസ്ഥാനെ ഏറ്റിട്ട് സുഗ്രീവന് അഭയം കൊടുക്കുക വേണ്ടു. കഷ്ടകാലത്തിന് അഹങ്കാരത്തിൻ്റെ ഊക്കൊണ്ട് കൊല്ലാൻ വേണ്ടിയിട്ട് വരെ ബാലി ശ്രമിച്ചു. ഓടുന്നെ. വാൽമീകി രാമായണത്തിലെ സുഗ്രീവൻ്റെ ഓട്ടം കുറിച്ച് നല്ലോണം പറയും. എന്താ എവിടെയൊക്കെ ഞാൻ ഓടി എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് പിന്നീട് ഒരവസരത്തിൽ. അത്രയധികം ഭൂമിയെ വിവരിക്കാനുള്ളൊരു സന്ദർഭമായിട്ട് അത് എടുക്കുക ശരിക്ക്. അത്രയൊക്കെ സ്ഥലത്ത് പോയി എന്ന് പറയേണ്ട ആവശ്യമില്ല, ഞാൻ ഭൂമി മുഴുവൻ ഓടിയെന്നേ പറയുള്ളൂ. പക്ഷെ അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? എവിടെയൊക്കെ ഞാൻ പോയി, വടക്ക് ഭാഗത്ത് എന്തൊക്കെയുണ്ട്, തെക്ക് ഭാഗത്ത് എന്തൊക്കെയുണ്ട്, പടിഞ്ഞാറ് ഭാഗത്ത് എന്തൊക്കെയുണ്ട്, കിഴക്ക് ഭാഗത്ത് എന്തൊക്കെയുണ്ട്, കഴിഞ്ഞില്ല. ഊർധ്വലോകങ്ങൾ എവിടെയൊക്കെ ഉണ്ട്, അധോലോകങ്ങൾ എവിടെയൊക്കെ ഉണ്ട്, കഴിഞ്ഞില്ല. വടക്ക് കിഴക്ക്, തെക്ക് കിഴക്ക്, പടിഞ്ഞാറ് അങ്ങനെയുള്ള കോണുകളിൽ ഇങ്ങനെ അവിടെ ഉള്ള സർവ്വലോകങ്ങളുടെയും ഒരു വിവരണം വാൽമീകി രാമായണത്തിൽ കാണാം. അവിടെയൊക്കെ ഓടിയിട്ട് ഒടുവിൽ ഋഷ്യമൂകാചലത്തിൽ ഋഷ്യമൂകാചലത്തിൽ ബാലിക്ക് എത്തിച്ചേരാൻ സാധ്യമല്ല. അതിൻ്റെ കാരണമോ ദുന്ദുബി എന്ന് പറഞ്ഞിട്ടുള്ള അസുരൻ്റെ ശരീരം മതംഗ മഹർഷിയുടെ അവിടേക്ക് എറിഞ്ഞു. ഈ ബാലി കൊന്നിട്ടേ മരിച്ച ശരീരം ആശ്രമത്തിൽ വന്നപ്പോൾ മഹർഷി ശപിച്ചു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആൾ ഇവിടെ വന്നാൽ തല 100 നുറുങ്ങി മരിക്കട്ടെ. അതുകൊണ്ട് ഇവിടെ മാത്രമാണ് രാമ ഏട്ടന് വന്നുകൂടാത്തത്. അവിടെ ഞാൻ അഭയം പ്രാപിച്ചിരിക്കുകയാണ്. ഇവിടുന്ന് ഇറങ്ങിയ ഏട്ടൻ എന്നെ കൊല്ലും. അത്രയ്ക്ക് ശത്രുത ആവശ്യമുണ്ടോ? അതുവരെ വിശ്വസ്തനായിട്ടുള്ള അനുജനാണ്. അപ്പോൾ ആ പറഞ്ഞത് വിശ്വസിക്കുകയാണ് ശരിക്കും ബാലി വേണ്ടത്. എന്തായാലും ആ ബാലിയെ ഇപ്പോൾ വധിച്ചിട്ട് ആ ബാലി സുഗ്രീവൻ്റെ പത്നിയെ അതിൻ്റെ ആവശ്യമുണ്ടോ? ആലോചിച്ചോ. സുഗ്രീവനോ തോറ്റു, രാജ്യം പോയി, ഭ്രഷ്ടനായി. എന്ത് ആവശ്യത്തിനാണ് സുഗ്രീവൻ്റെ പത്നിയെ ബാലി സ്വീകരിച്ച് പത്നിയാക്കിയത്? അതുപോലെ ന്യായീകരണമുണ്ടോ? സുഗ്രീവൻ ജീവിച്ചിരിക്കുന്ന ആളാണ്, മരിച്ചിട്ടില്ല. ഇതൊക്കെ ഭാര്യയുടെ അടുത്ത് തെറ്റ് തന്നെയാണ്. ഏതൊരാൾക്കാ തൻ്റെ ഭാര്യയെ ഏട്ടൻ അനുഭവിക്കുന്നത് കാണാൻ പറ്റുക? വേറെ ആരെങ്കിലും അനുഭവിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ സാധാരണ പറ്റുമോ? അപ്പോൾ അത് ചെയ്തത് വലിയ തെറ്റാണ് എന്നാണ് വാദത്തിന് കാരണമായിട്ടും പറയണത്. അനുജപത്നിയെ, പുത്രിയെ, അമ്മയൊക്കെ ഒരേപോലെ കാണണം എന്നാണ്. അപ്പം അതുകൊണ്ട് ആ ബാലിയെ വധിച്ച് താരയെ വീണ്ടെടുക്കാൻ സുഗ്രീവ ഞാൻ സഹായിക്കാം, സീതയെ വീണ്ടെടുക്കാൻ നീ എന്നെ സഹായിക്കുമോ? തീർച്ചയായിട്ടും. അതിനെന്താണ് സംശയം? ദാ അഗ്നിസാക്ഷിയായിട്ട് അവിടെ തീയൊക്കെ കത്തിച്ചു. ഞാൻ പറയുന്നു രാമ, ഈ പാതാളത്തിലല്ല അതിൻ്റെ അപ്പുറത്ത് എവിടെ രാവണൻ ഒളിച്ചാലും കണ്ടെത്താനുള്ള സന്നാഹം എൻ്റെ കയ്യിലുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ബാലി മരിച്ചതിന് ശേഷം താൻ രാജാവ് ആവുമ്പോൾ ഇട്ടു. അപ്പം സന്നാഹമൊന്നുമില്ല. ഉണ്ട് ഏതർത്ഥത്തിലാണ് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ ബാലി വധാനന്തരം രാജാവാക്കിയാൽ എന്ന വ്യവസ്ഥയിലാണ്. അങ്ങനെയാണെങ്കിലേ പറ്റുള്ളൂ. എന്നാൽ ആ കിഷ്കിന്ധയിലത്തെ സന്നാഹം മുഴുവൻ എൻ്റെ കയ്യിലാവും. എന്നാലല്ലേ എനിക്ക് ആജ്ഞാപിക്കാനോ അതിനെ ഉപയോഗിക്കാനോ പറ്റൂ. അപ്പം അങ്ങയുടെ സീതാന്വേഷണം സാധ്യമാവണമെങ്കിൽ എന്തുണ്ടാവണം? എനിക്ക് അധികാരം ഉണ്ടാവണം. ജ്യേഷ്ഠൻ ഭ്രഷ്ടനാക്കപ്പെടണം, ലോകത്ത് തന്നെ നിഷ്കാസനം ചെയ്യപ്പെടണം. അങ്ങനെയായാൽ എവിടെ പോയി രാവണൻ സീതയെ ഒളിപ്പിച്ചാലും ഞാൻ അങ്ങേക്ക് കൊണ്ടുവന്ന് തരാം. അഗ്നിയാണ് ജ്വലിപ്പിച്ചു. ഇനി ഇതിലും മീതെ അഗ്നി പണ്ട് വലിയ സാക്ഷിയാണ്. ഈ കള്ളസാക്ഷി പറയണ മനുഷ്യനേക്കാളും വലിയ സാക്ഷിയാണ് അത്ര അഗ്നി. അതാണ് ഇവിടെ എത്ര ചെറിയ വാക്കില്ല, ചെറിയ നീതസുഗ്രീവമൈത്രീം തദനുഹനുമതാദുന്ദുബേക്കായ മുച്ചേക്ഷിപ്താങ്കുഷ്ടേന. സുഗ്രീവനൊരു സംശയം, ഈ ബാലിയെ വധിക്കാൻ രാമന് സാധിക്കുമോ?
മനുഷ്യൻ തന്നെയല്ലേ എന്തായാലും. ബാലിക്കോ ഏതൊരാൾ തന്നെ എതിരിട്ടാലും അയാളുടെ ശക്തിയും കൂടി തനിക്ക് കിട്ടും ചെയ്യുന്നൊരു വരണ്ട്. അതുകൊണ്ടാണ് ആർക്കും ബാലിയെ തോൽപ്പിക്കാൻ പറ്റില്ല. ഇരട്ടി ശക്തി തനിക്ക് കിട്ടിയാൽ പിന്നെ എന്ത് ചെയ്യാനാ? അങ്ങനെ അങ്ങനത്തെ ഒരാളെ തോൽപ്പിക്കാൻ പറ്റുമോ? അത് ഒന്ന് തെളിയിക്കണം എന്നാണ് സുഗ്രീവൻ്റെ മനോമതം എന്ന് രാമൻ കണ്ടറിഞ്ഞു. രാമൻ മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാൻ അറിയാലോ, ഈശ്വരനല്ലേ. ദുന്ദുബിയുടെ ശരീരം തൻ്റെ കാലുകൊണ്ട് എടുത്തിട്ട് ഒരൊറ്റേറ്. ദുബിയുടെ ശരീരം എന്ന് പറഞ്ഞാൽ ചില്ലറ ശരീരമല്ല, അപാര ശരീരമാണ്. അതെടുത്ത് എറിഞ്ഞപ്പോൾ അനവധി വൃക്ഷങ്ങളടക്കം പുഴങ്ങി വീണ് ഗംഭീര ശബ്ദകോലാഹലമുണ്ടായി. അത്ര വലിയ മഹാകായനാണ് ആര്? ദുന്ദുബി. അതാണെങ്കിലോ ചെറുതായ പെരുവിരലുകൊണ്ട് തോണ്ടി കിലോമീറ്ററിൻ്റെ അപ്പുറത്തേക്കാണ് ഇട്ടു രാമൻ. അപ്പം ലേശൊരു വിശ്വാസം വന്നു, എങ്കിലും ഒരു സംശയം ബാക്കി. എന്താ? അന്നത്തെ ശരീരം അല്ലല്ലോ ഇന്നത്തെ ശരീരം. വാൽമീകി രാമായണത്തിൽ പറയണത് കേട്ടോ. അന്നൊരു മാംസവും കാര്യങ്ങളൊക്കെ ഉണ്ട് ശരീരത്തിൽ. ഇപ്പം അതൊക്കെ ശുഷ്കിച്ച് പോയി, അസ്ഥി മാത്രമേ ഉള്ളൂ. അതിനെ വലിച്ചെറിഞ്ഞത് കൊണ്ട് ബാലിയെ കൊല്ലാൻ പറ്റിക്കോളണം എന്നുണ്ടോ? അന്നത്തെ ശരീരം അല്ലല്ലോ ഇന്നൊരു ശരീരം. അത് ക്ഷിപ്തു അങ്കുഷ്ഠേന ഭൂയോലിലവത് പത്രിണാ സപ്തസാലാൻ. ബാലി രാവിലെ വ്യായാമം ചെയ്യാൻ ഉപയോഗിക്കുന്ന മൽപ്പിടുത്തം 7 പനകൾ. സാലൻ പനയല്ല, പനയ്ക്കും സാലവൃക്ഷം എന്ന് പറയും, പക്ഷെ ഇവിടെ ഒരു പ്രത്യേക വൃക്ഷമാണത് സാലവൃക്ഷം. 7 എണ്ണം ഉണ്ട്, വൃത്താകാരത്തിലാണ് നിൽക്കുന്നത്. അതിനൊക്കെ ഓരോ താത്വിക അർത്ഥം കൂടി ഉണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഈ വൃത്താകാരത്തിൽ 7 പനകൾ നിൽക്കേണ്ട ആവശ്യമുണ്ടോ? അതിനെ ഒറ്റ അസ്ത്രം കൊണ്ട് ഭഗവാൻ ഭേദിച്ചു. അങ്ങനത്തെ അസ്ത്രമേ അത് പറ്റുള്ളൂ. പത്രിണ, പത്രി എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ അസ്ത്രം എന്നർത്ഥമാണ്. ഒറ്റ അസ്ത്രം കൊണ്ട് സപ്തസാലാൻ 7 സാലവൃക്ഷങ്ങളെ മുറിച്ചു. വൃത്താകാരത്തിൽ സഞ്ചരിച്ച് ആ അസ്ത്രം മടങ്ങി വന്ന് രാമൻ്റെ ആവനാഴിയിൽ സ്ഥിതി ചെയ്തു. അപ്പം മനസ്സിലായി, ഈ രാമന് ബാലിയല്ല അതിൻ്റെ അപ്പുറത്തെ ആളെയും വധിക്കാൻ കഴിവുണ്ട്. ഇനി സംശയിക്കാനൊന്നുമില്ല. ഈ സപ്തസാലങ്ങളെ ഒരൊറ്റ അസ്ത്രം കൊണ്ട് മുറിച്ചപ്പോഴാണ് സുഗ്രീവന് ബോധ്യമാക്കാൻ തന്നെ രാമനത് ചെയ്തു. നീ സുഗ്രീവ, നിനക്ക് വിശ്വാസമായില്ലേ, എന്നാൽ കണ്ടോ എന്ന് പറഞ്ഞ ഒരൊറ്റ അസ്ത്രം കൊണ്ട് ലുലുവിത യുഗപത് പത്രിണാ സപ്തസാലാൻ. ഒറ്റ അസ്ത്രം കൊണ്ട് 7 പനകളെ, സാലവൃക്ഷങ്ങളെയാണ് കേട്ടോ, അതിനെ ഭേദിച്ച് ആ അസ്ത്രം രാമൻ്റെ ആവനാഴിയിൽ തിരിഞ്ഞ് വന്നങ്ങോട്ട് ഇരുന്നു. അപ്പം തീരുമാനമായി, ഈ രാമൻ ആരെയും വധിക്കാൻ കഴിവുണ്ട്, ചില്ലറക്കാരനല്ല. ഹത്വാ സുഗ്രീവഘാതോദ്യത മധുലബലം ബാലിനം വ്യാജവൃത്യ. സുഗ്രീവ, ബാലിയെ പോയിട്ട് പോരിന് വിളിക്കുക. പോരിനിങ്ങോട്ട് വിളിച്ചു. ബാലി ഇങ്ങോട്ട് വന്നു, അലറിക്കൊണ്ട് ഇങ്ങോട്ട് വരികയാണ്. അതുലബലം, ആരോടും തുലനം ചെയ്യാൻ പറ്റാത്ത ബലമുള്ള ആളാണ് ആര്? ബാലി. ആ ബാലിയെ കൊല്ലണമെങ്കിൽ ഒരൊറ്റ വഴിയുള്ളൂ, മറഞ്ഞു നിന്ന് കൊല്ലണം. നേരിട്ട് നിന്നാൽ രാമൻ്റെ ശക്തി ബാലിക്ക് കിട്ടും. അതുകൊണ്ട് വ്യാജവൃത്യ എന്ന് വാക്ക് ഇവിടെ പ്രയോഗിച്ചിരിക്കണു, മറഞ്ഞു നിന്നുകൊണ്ട്. ഇത് എഴുതിയപ്പോൾ തന്നെ ഒരു കഥ പറയും. ഭട്ടേരിപ്പാടിനൊരു തോന്നൽ, കളവ്, വ്യാജം എന്ന് പറഞ്ഞാൽ ചതി, കളവ് എന്നൊക്കെ ഇല്ലേ അർത്ഥം. വ്യാജം കൊണ്ടും കളവ് കൊണ്ടും കൊന്നു, ഭഗവാൻ കള്ളത്തരം ചെയ്തു എന്ന് എഴുതിയോ? അത് ലേശ അപകടമായോ? ഭഗവാനെ ഗുരുവായൂരപ്പ, ഞാൻ എഴുതിപ്പോയി, ഇനിയിപ്പോൾ എന്താ മാറ്റിയാലോ? ആ വാക്കിൽ വേറെ വാക്ക് കിട്ടാൻ പട്ടേരിക്കുണ്ടോ വല്ല വിഷമോ? അപ്പം ശ്രീലകത്തുനിന്ന് അശരീരി കേട്ടു. വേണ്ട പട്ടേരി, അവിടെ കള്ളത്തരം തന്നെ ഞാൻ കാട്ടിയത്, അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, മാറ്റൊന്നും വേണ്ട. അങ്ങനെ നാരായണീയെ എഴുതുമ്പോൾ പല അരളിപ്പാടുകൾ കേൾക്കാൻ സാധിച്ചിട്ടുണ്ട് പട്ടേരിപ്പാടിന് എന്നാണ് പറയണം. ആ നാരായണീയം വെറുതെ ഒരു ഭക്തി കാവ്യം മാത്രമല്ല, ഭഗവാന്റെ നേരിട്ടുള്ള ഇൻവോൾവ്മെൻറ്റ്, ഇടപെടലുകൾ അതിലുണ്ടായിട്ടുണ്ട്. അത് അപാര ശക്തിയാണ് നാരായണീയത്തിന് കേട്ടോ.
വേദത്തിന് ഉള്ള ശക്തി തന്നെ ഉണ്ട് എന്നാണ് ചില ആൾക്കാർ തെളിയിച്ചുകൊണ്ട് പറയണത്, വെറുതെ പറയല്ല. അതുകൊണ്ട് നാരായണീ എന്ന് പറയുന്നത് ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ നേരിട്ടുള്ള ഏട്ടപ്പട്ടലുകളുള്ള ഒരു ഗ്രന്ഥമാണെന്നാണ് പറയുന്നത്. നരസിംഹാവതാരം എഴുതുമ്പോൾ എങ്ങനെ വർണ്ണിക്കണം എന്ന് സംശയിച്ചതായ മേപ്പത്തൂരിൻ്റെ മുമ്പിൽ ആ രൂപം അങ്ങോട്ട് കാണിച്ചു കൊടുത്തു ഉത്തരേ ഗുരുവായൂരപ്പൻ. ഇങ്ങനെ അങ്ങോട്ട് വിവരിച്ചോളൂ, ഇപ്പം കാണുന്ന പോലെ അങ്ങോട്ട് വിവരിച്ചോളൂ ആണ് തപ്ത സ്വർണ്ണ തവർണ്ണ കൂർണ്ണ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വിവരിച്ചത്. ആ ഗുരുവായൂരപ്പൻ്റെ എല്ലാവിധ തേജസ്സും ഉള്ളതാ നാരായണീയം, ചില്ലറ സംഗതിയല്ല. കൊണ്ട് ബാലിനം വ്യാജവൃത്യ, കള്ളത്തരത്തിൽ ബാലിയെ പിന്നാപ്പുറത്ത് നിന്ന് വധിച്ചു. അങ്ങനെ മാത്രമേ വധിക്കാൻ പറ്റുള്ളൂ. അവിടെ ബാലി കുറച്ച് ചോദ്യം ചോദിക്കേണ്ട, വാനരത്തെ മറഞ്ഞു നിന്നിട്ട് എന്തിനു കൊന്നു രാമ? വാനരമാംസം അപക്ഷ്യമല്ലേ, അതിനു പോലും പറ്റില്ലല്ലോ. നിനക്ക് എന്ത് കീർത്തി ഇതുകൊണ്ട് കിട്ടി? എന്തൊരു കീർത്തി ലഭിച്ചത് ഇതുകൊണ്ടു? വാനരത്തെ ചതിച്ച് കൊന്നിട്ട് നല്ല മരത്തിൻ്റെ മുകളിൽ കൂടെ ചാടി നടക്കണം ഞങ്ങൾ എന്ത് ദ്രോഹം അങ്ങേക്ക് ചെയ്തു? എന്തൊന്ന് സുഗ്രീവനാൽ സാധിച്ചതും എന്തെന്നാൽ സാധിക്കാത്തതും. രാവണനെ കൈയോടുകൂടി കൂട്ടിക്കെട്ടി സീതയോടുകൂടി ലങ്കയോടുകൂടി കൊണ്ടുവരാൻ എനിക്ക് കഴിയും, വലിക്ക് കഴിയും. വീരവേദവാദമല്ല, അസാധിക്കും. സംഭവങ്ങളൊക്കെ പിൻപേ പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ എന്നെ ഒരു വാക്ക് പറഞ്ഞാൽ എന്നെ കൊല്ലാതിരിക്കായിരുന്നില്ലേ അങ്ങേക്ക്? അപ്പോൾ ഒരുപാട് പറയുന്നുണ്ട്. നീ എന്നെ കൊല്ലാനുള്ള കാരണം അനുജൻ്റെ പത്നിയെ പത്നിയാക്കി വെച്ചതും ഒരു കാര്യമില്ലാണ്ട് അനിയനെ വിശ്വസിക്കാതിരുന്നു, ആട്ടി പുറത്താക്കി കൊല്ലാൻ നോക്കി. അതൊക്കെ തെറ്റല്ലേ ബാലി? ചെയ്യാൻ പാടുമോ? എന്നോട് വളരെ കൂറുള്ള ആളല്ലേ സുഗ്രീവൻ ഉണ്ടായിരുന്നത്? ബാലിയെ കണ്ട സുഗ്രീവനെ കാണണ്ട, സുഗ്രീവനെ കണ്ട ബാലിയെ കണ്ട, അങ്ങനെ ആയിരുന്നില്ലേ നിങ്ങൾ? ഒരബദ്ധം പറ്റിയതല്ലേ സുഗ്രീവൻ എപ്പോഴെങ്കിലും എന്നെ കൊല്ലണം എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് നീ വിശ്വസിച്ചില്ല. വിശ്വസിച്ചവരെ വെടിയരുത്. ഒരാളെ വിശ്വസിച്ചാൽ ഒരിക്കലും അയാളെ നമ്മൾ വെടിയെ വഴിയാധാരമാക്കി ചെയ്തത് വലിയ പാപമായിട്ടാണ് ശാസ്ത്രം പറയണം. ഇനിയിപ്പം എനിക്ക് എന്നോട് ഭക്തി ഉണ്ട് എന്നാണ് ന്യായം എങ്കിൽ നീ ഈ വാനരൻ്റെ ശരീരത്തിൽ ഇരിക്കേണ്ടവനല്ല. ഭഗവാൻ അങ്ങനെയുണ്ടൊരു വ്യാഖ്യാനം. വാനരൻ്റെ ശരീരത്തിൽ നിന്ന് മാറ്റിയാലല്ലേ മുക്തി കിട്ടുള്ളൂ. ബാലിക്ക് മുക്തിയാണ് കിട്ടിയത്, സംശയമൊന്നുമില്ല. അത്ര പറഞ്ഞപ്പോൾ ബാലി സമ്മതിച്ചു. ഭഗവാൻ ഇത്രയും കാരുണ്യം എന്നോട് കാണിച്ചത് ഞാൻ അറിഞ്ഞില്ല, അറിയാതെ ഞാൻ പറഞ്ഞത് ക്ഷമിക്കണേ. ബാലിക്ക് ആക്ഷേപമില്ല കേട്ടോ, ഇപ്പോൾ നമുക്ക് ആക്ഷേപം. എന്നാലും രാമൻ ബാലിയെ കൊല്ലാൻ പാടില്ലായിരുന്നു. ബാലി അവസാനം സമ്മതിച്ചു. വാമനെ കണ്ട് പ്രാണനാട് പോയി, അതല്ലേ വേണ്ടത്. പിന്നെ വർഷക്കാലത്ത് സീതാവിരഹത്താൽ കുറച്ച് കാലം കഴിച്ചു കൂട്ടി. വർഷാവേലാമനീഷിർ വിരഹ തരളിതത്വം മതംഗാശ്രമാന്തേ. ബാലി വധിക്കപ്പെട്ടതായ മതംഗാശ്രമത്തിൽ സുഗ്രീവനെ അഭിഷേകം ചെയ്തു കേട്ടോ. കിഷ്കിന്ധയിൽ സുഗ്രീവനെ രാജാവാക്കി അഭിഷേകം ചെയ്ത് കുറച്ച് വർഷക്കാലം സീതാന്വേഷണം ഇല്ലാതെ കഴിഞ്ഞു. എന്നിട്ടാണ് സീതാന്വേഷണം തുടങ്ങണം. കുറച്ച് കാലം സീതയെ അന്വേഷിക്കാൻ സുഗ്രീവൻ മുതിർന്നില്ല. അത് രാമനും ഒന്ന് കണ്ണടച്ചു. മരള കാലമായിട്ട് ഭാര്യയെ കിട്ടിയതല്ലേ, കുറച്ച് കാലം അവൻ ആസ്വദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് രാമൻ അതെല്ലാം മനഃശാസ്ത്രവും അറിയാം. അങ്ങനെ ആ വർഷക്കാലം വിരഹ ദുഃഖത്താൽ കഴിച്ചു കൂട്ടി മതംഗാശ്രമത്തിൽ. ഇത് കിഷ്കിന്ധാകാന്ഡത്തിൻ്റെ ആദ്യത്തെ പറയണതാണ്. ഇനി അതിനുശേഷം സുഗ്രീവൻ്റെ സീതാന്വേഷണം വലിയ സൈന്യ സന്നാഹങ്ങളെ വർണ്ണിക്കുകയാണ് അടുത്ത ശ്ലോകത്തിൽ. കായേന വാചാ മനസേന്ദ്രിയർവാബ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാൻ കരോതി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.